അടിപൊളി ഒരു ചിക്കൻ കറി തയ്യാറാക്കാം. ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ ചേർക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിളക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്തിളക്കി കൊടുക്കണം. ഒരു 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതാണ്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ പൊടിയെല്ലാം കൂടി ഇതിലോട്ട് ചേർക്കാം. നല്ല കളറായിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് ചേർക്കാൻ 5-6 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. മസാല എല്ലാം കൂടി വീട്ടിൽ പൊടിച്ചതാണ്. ഗരം മസാല ചേർക്കാം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി മസാലകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ചെറിയ തീയിൽ കിടന്നൊന്ന് തിളയ്ക്കണം. തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് മൂപ്പിച്ചത് കടുക് ചേർക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അടിപൊളി കരിങ്കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറി, അടിപൊളി ടേസ്റ്റാണ്. നല്ല പച്ച ചക്ക വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് അവിയൽ വെക്കാം. ചൊളയും കുരുവും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്ക അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം. 1 മുറി തേങ്ങാപ്പീര എടുക്കണം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കുറച്ച് കുരുമുളക്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരിഞ്ഞ ചക്ക ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ചു വെച്ച അരപ്പിടാം. ആവശ്യത്തിന് ഉപ്പ്. ഇത് വേവാൻ വേണ്ടി അരപ്പ് കഴിയ വെള്ളം ഒഴിക്കാം. അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ചൊരു 5 വിസിൽ അടുപ്പിക്കാം. ചക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ആ ചൂടോടെ കുറച്ച് മുരിങ്ങ ഇലയും കൂടെ ചേർത്തിളക്കാം. കൊച്ചുള്ളി മൂക്കുമ്പോൾ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ചക്കയിലോട്ട് കടുക് താളിക്കും. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി കുഴച്ചെടുത്ത അടിപൊളി ചക്ക അവിയൽ. ചക്ക അവിയൽ വിളമ്പാം. കരിങ്കോഴിക്കറി വിളമ്പാം. ചിക്കനും ചാറും എല്ലാം കൂടി പെരട്ടി ചക്ക ഒരു പിടി പിടിക്കാം. അടിപൊളിയായിട്ടുണ്ട്.